ഹലോ മലയാളി മക്കളെ, വണക്കം. അപ്പം നമ്മുടെ ദിവസങ്ങൾ ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഗെയിമും കാര്യങ്ങളും ഒക്കെ അവസാനിച്ചിരിക്കുന്നു. അത് നിങ്ങളോട് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗെയിം എല്ലാം അവസാനിച്ചിരിക്കുകയാണ്. ഇപ്പം നടക്കുന്നത് എല്ലാവരുടെ വീഡിയോസ് കാണിക്കുക എന്നുള്ളതായിരുന്നു ഇന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അവരുടെ ബോണ്ടിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാം നമുക്ക് സംസാരിക്കാം. ഇന്ന് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. കാര്യമായിട്ട് പറയാൻ മാത്രം ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എല്ലാം നമുക്ക് സംസാരിക്കാം. പേസലാമ. അപ്പം ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയിട്ട്, അതായത് കൂടുതൽ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ബോണ്ടിങ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സീസൺ ആയിരുന്നു ഇതെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ എത്ര തന്നെ ഗെയിം ഉണ്ടെങ്കിലും എത്ര തന്നെ ആർഗ്യുമെൻ്റ് ഉണ്ടെങ്കിലും നിങ്ങൾക്കിടയിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ബിഗ് ബോസ് പറയുകയാണ്. എന്നിട്ട് ഫ്രണ്ട്ഷിപ്പിൻ്റെ വീഡിയോസ് കാണാൻ എല്ലാവർക്കും കണ്ണ് നിറയുന്നുണ്ട്. കാരണം നമ്മൾ ഇങ്ങനെ ആയിരുന്നോ എന്നുള്ളൊരു തോട്ട് എല്ലാവരുടെ മനസ്സിലുണ്ടായിരുന്നു. റയാൻ്റെയും സൗന്ദര്യയുടെ ഒക്കെ കാണിച്ചപ്പോൾ എനിക്ക് ജാക്ലിൻ്റെ കാണിച്ചപ്പോഴായിരുന്നു കേട്ടോ ഇച്ചിരി സങ്കടം വന്നിട്ടുണ്ടായിരുന്നത്. നല്ലൊരു ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്ത ഒരു വ്യക്തിയായിരുന്നു ജാക്ലിൻ എന്ന് പറയുന്നത്. ആ വീഡിയോ കാണുമ്പോൾ എല്ലാവരും കണ്ണ് നിറയുന്നുണ്ട്. അതേപോലെ തന്നെ എല്ലാവരും ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ എനിക്ക് മാത്രം ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. ഞാൻ ചിരിക്കുന്നതേ ഉള്ളൂ, പക്ഷേ എല്ലാവരും ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് എന്ന് ദർശിക സൗന്ദര്യയോട് പറയുകയാണ്. അപ്പോൾ സൗന്ദര്യ ചോദിക്കുക, എന്നാ നീ അങ്ങനെ പറയുന്നത് ചോദിക്കുക. വിശാലിൻ്റെ കാര്യം എഴുതി കാണിക്കുകയാണ് കേട്ടോ ഇങ്ങനെ. അപ്പോഴത്തേക്ക് അയ്യോ ഇതെപ്പോൾ നടന്നു, നീ അറിഞ്ഞേ ഇല്ലേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്? എല്ലാവരും ഇവർ പലയിടത്തും പോയി പറഞ്ഞിട്ടുണ്ട്. ഞാനാണ് പോയി പറഞ്ഞിരിക്കുന്നത്. ഞാൻ വെളിയിലിരുന്ന് കാണുന്നത് എനിക്ക് എങ്ങനെ ഇരിക്കും? ഞാൻ പോയി പറഞ്ഞു അത് ഓക്കെയാണ്, പക്ഷേ അതപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്യാമെന്ന് വേണ്ടാന്ന് പറഞ്ഞു. അല്ലാതെ എനിക്ക് ഹോപ്പ് തരികയല്ല വേണ്ടത്. ഞാൻ എന്നോടൊക്കെ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നോ അതൊക്കെയാണ് ഇപ്പോൾ മറ്റൊരാളുടെ അടുക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കാണുമ്പം എനിക്ക് എന്തോ പോലെ ഉണ്ടെന്ന സൗന്ദര്യയോട് പറയുകയാണ് കേട്ടോ. പിന്നീട് വന്നിട്ട് ഹിമാലയയുടെ ഒരു സ്പോൺസർ ടാസ്ക്കാണ്. അതായത് ബൃങ്ക രാജായും ബൃങ്ക റാണി എന്ന് പറഞ്ഞ് 2 ഗ്രൂപ്പ് തിരിയുക. ബൃങ്ക രാജയുടെ മുത്തുകുമാറും ബൃങ്ക റാണിയുടെ സൗന്ദര്യമാണ് മേധാവിയായിട്ടുണ്ടായിരുന്നത്. അത് ഗാർഡൻ ഏരിയയിൽ ഒരു റോപ്പുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും വടംവലി വലിക്കില്ലേ, അതേപോലെ അതിൻ്റെ ഒത്തുനടുക്ക് നമ്മുടെ ഹിമാലയ ഡണ്ടർഫ്രിൻ്റെ ക്രീം വെച്ചിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അത് വലിക്കുക, എങ്ങോട്ട് വലിക്കുന്ന അവർക്ക് ഓരോന്നോരോന്ന് കളക്ട് ചെയ്യുക, എറിയുക. അവിടെ നിൽക്കുന്ന ആൾ അതവിടെ ഒരു ബാസ്ക്കറ്റുണ്ട്, അവിടെ വെക്കുക, ഓരോന്നോരോന്നായിട്ട്. അങ്ങനെ ബൃങ്ക റാണി നമ്മുടെ സൗന്ദര്യയുടെ ആൾക്കാർ ജയിച്ചിരിക്കുകയാണ്. നമ്മുടെ ഹിമാലയ സ്പോൺസർ ചെയ്യുന്ന കുറച്ച് ഗിഫ്റ്റിംഗ് ഹാമ്പേഴ്സൊക്കെ എല്ലാവർക്കും കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നീട് വന്നിട്ട് അടുത്ത വീഡിയോ കാണിക്കുക, ആർഗ്യുമെൻ്റ് ചെയ്തിട്ടുള്ള വീഡിയോ. അടിപ്പക്കായിരുന്നു കേട്ടോ. എല്ലാവരുടെയും നല്ല രീതിയിൽ എന്തായിരുന്നു അവർ ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നത്, എന്തൊക്കെയായിരുന്നു അവിടെ ഗെയിം കാണിച്ചിട്ടുണ്ടായിരുന്നത്, അതെല്ലാം നല്ല രീതിയിൽ ആർഗ്യുമെൻ്റായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഒന്നിച്ച് കാണുമ്പോഴല്ലേ നമുക്ക് മനസ്സിലാവുന്ന അവർക്കും അതെന്തൊക്കെയാണ് അവരവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്ന് മനസ്സിലാവുന്നത്. അതും കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് സൗന്ദര്യയോട് പറയുക ആക്ടിവിറ്റി ഏരിയയിലേക്ക് വരിക എന്ന് പറഞ്ഞിട്ട് സൗന്ദര്യം അത് കാണുമ്പോൾ തന്നെ ഫസ്റ്റ് സൗന്ദര്യമാണ് കേട്ടോ എൻട്രി ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് കാണുമ്പോൾ തന്നെ സൗന്ദര്യക്ക് ഭയങ്കര സന്തോഷം. അതായത് എല്ലാവരുടെ ഫോട്ടോസ്, അത് ഓരോരോ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കോമഡി, കരച്ചിൽ, ആർഗ്യുമെൻ്റ്, അങ്ങനെ കുറേ ഫോട്ടോസ് വെക്കുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് സൗന്ദര്യ മതിയോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല വീഡിയോ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വീഡിയോ കാണിക്കണം. സൗന്ദര്യയുടെ ഫുൾ വീഡിയോ കാണിക്കുന്നുണ്ട്. അതായത് നമ്മൾ ആദ്യമേ തുടങ്ങിയപ്പോൾ തൊട്ടുള്ള വീഡിയോസ് അവസാനം വരെയുള്ളത് കാണിക്കുന്നുണ്ട്. നല്ല നല്ല ബെസ്റ്റ് മൂമെൻറ്റ്, ആർഗ്യുമെൻറ്റ്, ഫ്രണ്ട്ഷിപ്പ്, എല്ലാം കരയുന്നത് എല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു. സന്ധ്യയ്ക്ക് ഭയങ്കര സന്തോഷവും കരച്ചിലും ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പറയാണ് ഇവിടെ നടന്നത് ആരോടും പറഞ്ഞാൽ മറ്റേ നമ്മുടെ പൂക്കുറ്റി അതും ഉണ്ടായിരുന്നു, കത്തിക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു കേട്ടോ കാണിക്കുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നീട് പറയാം ഇവിടെ നടന്നത് ആരോടും പറയേണ്ട, അടുത്ത ആളെ വിളിക്കാമെന്ന് വിശാലിനും അങ്ങനെ 5 പേരെയും വിളിക്കണം. അവർ വീഡിയോസിലും കാണിക്കുകയാണ്. സൗന്ദര്യം ആദ്യം പറഞ്ഞത് എന്നാണ് ഇവിടെ കാണിച്ചതെന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആരും പറയാതെ ഏറ്റാസിനെ റയാനും ചെല്ലുന്നുണ്ട്. അങ്ങനെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണിച്ച് കഴിഞ്ഞിട്ട് അവസാനിക്കുകയാണ് കേട്ടോ. ഇന്ന് നമുക്ക് വരാൻ പോകുന്നത് മിഡ് വീക്ക് എവിക്ഷൻ്റെ ആണ് കേട്ടോ. പവിത്ര ജനനിയാണ് പോകുന്നത്. ടോപ്പ് 5 എന്നുള്ളത് ടോപ്പ് 4 ആയിട്ട് മാറുകയാണ് കേട്ടോ. പവിത്ര ജനനി ഇന്ന് പോവുകയാണ്. അതേപോലെ ഹൗസ് മേറ്റ്സ് എല്ലാവരും റിട്ടേൺ പോവുകയാണ് കേട്ടോ. അങ്ങനെ 4 പേര് മാത്രം ആവുന്നതാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത്. നാളെയാണ് ഗ്രാൻഡ് ഫിനാലെ. 6 മണിക്ക് തുടങ്ങും. മുത്തുകുമാരനാണ് വോട്ടിങ്ങിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. തൊട്ടുതാരെ സൗന്ദര്യം, അതിന് തൊട്ടുതാരെ വിശാലാണ് നിൽക്കുന്നത്. ലാസ്റ്റാണ് റയാൻ നിൽക്കുന്നത്. വോട്ടിങ്ങിൽ ഇനിയും മാറ്റം ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ഇന്നും കൂടെ അല്ലേ വോട്ടിങ് കാണത്തുള്ളൂ. മാറ്റം ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ലാതില്ല. പക്ഷേ മുത്തുകുമാരനായിരിക്കും മിക്കവാറും വിന്നാവാൻ ചാൻസ് കൂടുതൽ. ആരായിരുന്നാലും നമുക്ക് സന്തോഷമാണ്. ഈ 4 പേരും വിന്നിങ് ആവാൻ കേപ്പബിലിറ്റി ഉള്ള ആൾക്കാർ തന്നെയായിട്ടാണ് എനിക്ക് കാണുന്നത്. പക്ഷേ ജാക്ലിൻ ബോക്സ് എടുക്കാൻ പോയില്ലായിരുന്നെങ്കിൽ വിശാലിൻ്റെ സ്ഥാനത്ത് നമ്മുടെ ജാക്കായിരുന്നു ഉണ്ടാവേണ്ടിയിരുന്നത്. എന്നിരുന്നാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ വരാം കേട്ടോ.